നമ്മളിപ്പോൾ പൂ വന്ന് തീർന്നതായിട്ടുള്ള മുല്ലയുടെ മണ്ടകൾ ഇതേപോലെ കട്ട് ചെയ്തിട്ട് കൊടുക്കണം. അപ്പോൾ അത് കട്ട് ചെയ്തിടുന്നതോറും പുതിയ ലീഫുകൾ വന്നിട്ട് നല്ല ഇതുപോലെ വരും. മുട്ടെല്ലാം പോയി കഴിയുമ്പോഴത്തേക്കിന് അതിൻ്റെ ആ ഒരു കിളിർക്കലൊക്കെ ഒന്ന് നിൽക്കും. നമ്മളതിൻ്റെ മണ്ട മാത്രം ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് പുതിയ തളിര് വരും. ഓക്കെ, ഇതേപോലെയാണ് മുല്ല ഡ്രം ചെയ്ത് ഇത് മുല്ലയുടെ മണ്ട ഇലകൾ കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നു. ചെടിയും നല്ല ഉഷാറായിട്ട് നിൽക്കുകയും ചെയ്യും. അതിനകത്ത് വേസ്റ്റൊക്കെ കട്ട് ചെയ്തതാണ് ഇതേപോലെ നീറ്റായിട്ട് വെക്കാം. അപ്പം മുല്ല ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് നിൽക്കും. ഇനിയിപ്പോൾ അതിനകത്ത് വളം കുറച്ച് കഴിയുമ്പോഴത്തേക്കിനും അത് നല്ല ഉഷാറായിട്ട് പൂത്ത് വരും. ഓക്കെ, ഇതിന് കൊടുക്കുന്ന വളമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫാക്ടം ഫോസ് കൊടുക്കണം. ഫാക്ടം ഫോസ് കൊടുത്തു കഴിയുമ്പോഴത്തേക്കിന് തളിരെടുക്കും, നല്ലപോലെ തളിർത്ത് കയറി വരും. ഒരു ലിറ്റർ വെള്ളത്തിനകത്ത് ഒരു 1/2 ടീസ്പൂൺ ഫാക്ടം ഫോസ് ഇട്ട് നല്ലപോലെ ലയിപ്പിച്ചിട്ട് അത് ഒഴിച്ച് കൊടുക്കുക. ഓക്കെ, അതൊരു ഫാക്ടം ഫോസ് ഒഴിച്ച് നല്ല തളിരില വന്നു കഴിയുമ്പോഴത്തേക്കിന് 18 അല്ലെങ്കിൽ DAP ഇതൊരു ലേശം ഒരു 1/2 ടീസ്പൂൺ വീതം എല്ലാ ചെടിയുടെയും മൂട്ടിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ നല്ലപോലെ മുല്ലപ്പൂ ഉണ്ടാകുന്നതായിരിക്കും. ഓക്കെ.